Hey friends, welcome back to Malayali Bros. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ആപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ആപ്പിൻ്റെ പേരാണ് ഫിലിമിക് ഫസ്റ്റ്ലൈറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ആപ്പിൻ്റെ പേരാണ് കൊമിക്ക. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫിലിമിക് ഫസ്റ്റ്ലൈറ്റ് എന്ന ആപ്പിനെ കുറിച്ചാണ്. ഈ ആപ്പിൻ്റെ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ താഴെ കാണുന്ന ലെറ്റ്സ് ഗോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ട്യൂട്ടോറിയൽ അവർ തന്നെ പറഞ്ഞുതരും. അത് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെർമിഷനൊക്കെ അലോ ചെയ്യണം. ഇതെല്ലാം അലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന ഈ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ കുറേ ഫിൽറ്റേഴ്സ് കിട്ടും. അതിലൊരു ഫിൽറ്ററാണ് റെഡ് സ്കെയിൽ എന്ന് പേരുള്ള ഫിൽറ്റർ. ഇതെടുക്കുമ്പോൾ നമ്മുടെ ഇലകളുടെ കളറൊക്കെ ഇങ്ങനെ റെഡായിട്ട് തോന്നും. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഈ നടുക്ക് കാണുന്ന ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഫോട്ടോ ക്ലിക്ക് ആവുന്നതായിരിക്കും. കണ്ടോ, കറക്റ്റ് ഫോക്കസ് ആക്കിയിട്ട് ഈ നടുക്ക് കാണുന്ന ഈ സർക്കിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതാ ഫോട്ടോ ക്യാപ്ചർ ആവുന്നതായിരിക്കും. ഇതുകൂടാതെ കുറച്ച് ഫിൽറ്റേഴ്സ് കൂടി ഈ ആപ്പിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ആപ്പായ കൊമിക്കയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും. ഗാലറി, ക്യാമറ, മൾട്ടി എന്ന് പറയുന്ന. അതിൽ ഗാലറി എടുക്കുക. ഗാലറി എടുത്താൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. എന്നിട്ട് നമ്മൾ അലോ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. കാർട്ടൂൺ, കോമിക്, സ്റ്റാമ്പ്, ലൂസിഡ്, ഫ്ലോ അങ്ങനെ പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട ഏത് എഫക്റ്റ് ആണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്റ്റാമ്പ് എന്ന് പറയുന്ന എഫക്റ്റാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗിൻ്റെ ബോക്സ് ഇങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ളൊരു ഡയലോഗിൻ്റെ ബോക്സ് അത് സെലക്ട് ചെയ്തിട്ട് അതിലേക്കുള്ള ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു എക്സാമ്പിളിന് ഇപ്പോൾ ഒരു പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെവിടെ എന്ന് പറഞ്ഞാൽ പ്ലേസ് ചെയ്യുക. അതുമാത്രമല്ല, നമുക്കിതിൽ സ്റ്റിക്കേഴ്സും ഇടാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. Okay guys, thank you for watching. See you in the next video.